നമസ്കാരം. UAE എക്സ്ചേഞ്ച് വിഷൻ അറേബ്യയുടെ മറ്റൊരു പുതിയ അധ്യായം ഇവിടെ ആരംഭിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. തന്റെ മനസ്സിൽ തോന്നുന്ന ഭാവനകൾ ക്യാൻവാസിലേക്ക് പകർത്തുകയാണ് കൊല്ലം സ്വദേശിയായ സന്തോഷ്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്ക്. തൻ്റെ ചിന്തയിൽ വിരിയുന്ന സങ്കല്പങ്ങൾക്ക് നിറങ്ങളിലൂടെ ജീവൻ നൽകിയാണ് സന്തോഷ് എന്ന ഈ യുവകലാകാരൻ. നിമിഷനേരം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈകളിൽ വിരിയുന്നത് വിസ്മയം തന്നെയാണ്. കൊല്ലം ജില്ലയിൽ ശാസ്താംനട സ്വദേശിയായ ഈ യുവകലാകാരൻ കഴിഞ്ഞ 8 വർഷക്കാലമായി ഇവിടെ കുടുംബസമേതം താമസിക്കുന്നു. ബഹറിലെ നസീം ഇന്റർനാഷണൽ സ്കൂളിൽ വിഷ്വൽ ആർട്ടിസ്റ്റായി സേവനം അനുഷ്ഠിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ. ചിത്രരചന പഠനരംഗത്ത് പേരുകേട്ട മാവേലിക്കര രാജാ രവിവർമ്മ ഫൈൻ ആർട്സ് കോളേജിലാണ് അദ്ദേഹം തൻ്റെ പഠനം പൂർത്തീകരിച്ചത്. തൻ്റെ സ്കൂൾ പഠന കാലയളവിൽ നിരവധി സമ്മാനങ്ങൾ സന്തോഷ് വാരിക്കൂട്ടിയിട്ടുണ്ട്. 1994 95 നെഹ്റു യുവകേന്ദ്ര ബാലജനസഖ്യ കലോത്സവത്തിൽ കലാപ്രതിഭയായിട്ടുള്ള അദ്ദേഹം സ്കൂൾ യുവജനോത്സവത്തിൽ 90 മുതൽ 96 വരെ നിരവധി സമ്മാനങ്ങൾക്ക് അർഹനായിട്ടുണ്ട്. ചിത്രകല എൻ്റെ സ്കൂൾ ജീവിതം തൊട്ട് തുടങ്ങിയതാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 2ാം ക്ലാസ് മുതൽ കോമ്പറ്റീഷനുകളിൽ പങ്കെടുക്കാറുമായിരുന്നു. അതിൽ ദൈവം സഹായിച്ച് തുടർച്ചയായിട്ട് എൻ്റെ 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ തുടർച്ചയായിട്ട് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടാൻ സാധിച്ചു. അതെൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. കുട്ടിക്കാലമാണെന്നും എനിക്ക് ഏറ്റവും വിലപ്പെട്ടത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മറ്റ് പല കലകളിലോട്ടും ഇഷ്ടം തോന്നിയിരുന്നു. പങ്കെടുക്കാറുണ്ട്. യൂത്ത് ഫെസ്റ്റിവൽ യുവജനോത്സവങ്ങളിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. ചിത്രകലയിൽ ഒരു ഇൻസ്പിറേഷൻ തോന്നാൻ കാരണം എൻ്റെ അച്ഛനും ജ്യേഷ്ഠനും എൻ്റെ കുട്ടിക്കാലത്ത് തൊട്ട് അവർ വരയ്ക്കുന്നത് കണ്ട് അങ്ങനെയുള്ളൊരു ഇൻസ്പിറേഷനാണ് ചിത്രകലയിൽ എനിക്ക് കൂടുതലും കമ്പം തോന്നിയത്. അങ്ങനെ സ്കൂൾ തലങ്ങളിൽ തുടർച്ചയായിട്ട് യുവജനോത്സവങ്ങളിൽ പങ്കെടുക്കാനും അതിൽ പ്രൈസ് നേടാനും സാധിച്ചു. അതിനുശേഷം എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ ഒരു സമ്മർദ്ദം മൂലം ഫൈൻ ആർട്സ് കോളേജിലേക്ക് പോകാനൊരു ആഗ്രഹം തോന്നി. അങ്ങനെ ഫൈൻ ആർട്സ് കോളേജിലെ ജീവിതത്തിലൂടെ ചിത്രകലയിലേക്ക് മുഴുവനായിട്ട് പങ്കെടുക്കാൻ എനിക്കൊരു ആഗ്രഹം തോന്നി. അങ്ങനെ എൻ്റെ സുഹൃത്തുക്കളും ഞങ്ങളൊന്നിച്ച് ഒരു രാഗബോധമില്ലാതെ ഒരുപാട് അധ്വാനിച്ചു, കഷ്ടപ്പെട്ടു. അതിൻ്റെ ഒരു ഫലമായിട്ട് ഇന്നും അത് തുടർന്ന് കൊണ്ടുപോകുന്നു. ബഹറിൽ ഞാനിപ്പോൾ 8 വർഷമായിട്ട് താമസിക്കുന്നു. അതിലൊരു 5 വർഷമായിട്ട് ഞാൻ ചിത്രകലയുടെ കുട്ടികൾക്ക് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അതിലൂടെ എൻ്റെ കുട്ടികളിൽ നിന്നും എനിക്ക് പല കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതോടൊപ്പം തന്നെ അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അത് നല്ലൊരു എൻജോയ്മെൻറ്റായിട്ട് ഞാൻ കണ്ടിന്യൂ പോകുന്നു. എൻ്റെ വലിയൊരു ആഗ്രഹം എൻ്റെ കുട്ടികളെ ഒരു എക്സിബിഷൻ, അത് വളരെ സുനാസ് വിൽ ഡു ദ എക്സിബിഷൻ. ഒരു ചിത്രം പൂർത്തിയാക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരു കലാകാരൻ്റെ അവൻ്റെ മാനസികാവസ്ഥയും ഡിപ്പെൻഡ് ഓഫ് ദ വർക്കുമാണ്. എങ്കിലും ഞാൻ മാക്സിമം ഒരു ചിത്രം 1 ദിവസം 2 ദിവസം കൊണ്ട് കഴിവതും തീർക്കാൻ ശ്രമിക്കാറുണ്ട്. ജോലി തിരക്കുകൾ കഴിഞ്ഞ് ഒഴിവുള്ള സമയങ്ങളിലാണ് കഴിവതും. എങ്കിലും ദിവസവും ഒരു
5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റെങ്കിലും ഞാൻ എൻ്റെ ചിത്രങ്ങളോട് കൂടുതൽ ഇടപെടാൻ താല്പര്യപ്പെടുന്നു. അതിനുവേണ്ടി സമയം ഞാൻ കണ്ടെത്തുന്നു. അദ്ദേഹം ചാലിക്കുന്ന നിറക്കൂട്ടുകളിൽ മിക്കതും കേരളത്തിൻ്റെ പ്രകൃതി സൗന്ദര്യമാണ് പിരിയിക്കുന്നത്. നിരവധി എക്സിബിഷനുകളിൽ പങ്കെടുത്ത അദ്ദേഹം കഴിഞ്ഞ ദിവസം ലുലു ഹൈപ്പർ മാർക്കറ്റ് സംഘടിപ്പിച്ച ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ തൻ്റെ ചിത്രങ്ങളുടെ പ്രദർശനം നടത്തിയിരുന്നു. നിരവധി കുട്ടികൾക്ക് വരയുടെ പാഠങ്ങൾ അദ്ദേഹം നൽകുന്നുണ്ട്. തൻ്റെ ശിഷ്യരെ സംഘടിപ്പിച്ച് ഒരു ചിത്രപ്രദർശനം നടത്താനുള്ള ആലോചനയിലാണ് സന്തോഷ് ഇപ്പോൾ. സ്വാഭാവികമായും എല്ലാ കലാകാരന്മാരും ഇഷ്ടപ്പെടുന്ന പോലെ പ്രകൃതിയുടെ സൗന്ദര്യങ്ങളും പിന്നെ നമ്മളുടെ കുട്ടിക്കാലത്തെ അനുഭവങ്ങളും നമ്മളുടെ കൾച്ചറും, എസ്പെഷ്യലി കേരള കൾച്ചേഴ്സ്, അതുപോലെ നമ്മളുടെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ, ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്ന പല കുട്ടിക്കാലത്തെ കലാരൂപങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചറിഞ്ഞ കുട്ടിക്കാലത്തെ കളികൾ, അങ്ങനെ പലതും അത് പുതിയ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം അതിലൂടെ എൻ്റെ ചിത്രം കൂടെ ഞാൻ സ്വായത്തമാക്കുന്നു.